24 വയനാട് ജില്ലാ പ്രേക്ഷക സമ്മേളനത്തിൽ ശ്രുതിയുടെ കൈപിടിച്ച് ജെൻസനുമുണ്ടായിരുന്നു. പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കണമെന്ന പ്രത്യാശയാണ് അന്ന് ഇരുവരും പങ്കുവച്ചത്. അവരുടെ ആഗ്രഹങ്ങൾക്ക് 24ന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് ശ്രുതിയെ വിട്ടുകൊടുക്കരുതെന്ന് നിർബന്ധമായിരുന്നു ജെൻസണ്. ഉരുളെടുത്ത ജന്മനാട്ടിലേക്ക് ഇനിയില്ലെന്ന് ശ്രുതി പറഞ്ഞപ്പോൾ ജെൻസന് മറിച്ചൊരു വാക്കുണ്ടായിരുന്നില്ല. ആഘോഷപൂർവ്വം നടത്താനിരുന്നതായിരുന്നു വിവാഹം. ഇനി ലളിതമായൊരു ചടങ്ങിലൂടെ ശ്രുതിയെ എത്രയും വേഗം ജീവിതത്തിലേക്ക് ചേർത്തു വെക്കുവാൻ ഒരുങ്ങുകയായിരുന്നു ജെൻസൺ. വയനാട്ടിൽ നിൽക്കണമെന്നില്ല. എന്താ വെച്ചാൽ എൻ്റെ അനിയത്തിനെ കൂടുതലും ഞാൻ തന്നെയായിരിക്കും പുറത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവുക. നാട്ടിൽ നിന്ന് അവിടുന്ന് കോഴിക്കോട് നിന്ന് ജോലി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ലീവിന് വരുമ്പോൾ അനിയത്തിനെ കൂടി ഞാനായിരിക്കും സിനിമയ്ക്കും അവിടേക്ക് ഇവിടേക്ക് എല്ലായിടത്തും കൊണ്ടുപോകുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഓരോ പ്ലേസ് പോകുമ്പോഴും ഞാൻ ഇവളായിട്ട് വന്നിട്ടുണ്ടല്ലോ, അമ്മനെ കൊണ്ടുപോകും, അച്ഛൻ്റെ കൂടെ വന്ന്, അങ്ങനെ ഓരോ ഓർമ്മയാണ് എല്ലായിടത്തും കാണുമ്പോഴും. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പോൾ 41 കഴിഞ്ഞിട്ട് കൊണ്ടുപോകുക, അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വിവാഹത്തെക്കുറിച്ച് മാത്രമല്ല, ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഏറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു ഇരുവർക്കും. ആ സ്വപ്നങ്ങളാണ് അവർ 24 വയനാട് ജില്ലാ പ്രേക്ഷക സമ്മേളനത്തിൽ പങ്കുവച്ചത്. ചെറിയ തോതിലൊരു ഫംഗ്ഷൻ രജിസ്റ്റർ ചെയ്തിട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ. ആഡംബരമായിട്ടുള്ള കല്യാണമായിരുന്നു, ഇനിയിപ്പോൾ അതൊന്നുമില്ല. ഇപ്പം സാധാരണ തോതിൽ ചെറിയ തോതിൽ പരിപാടി നടത്തി കൊണ്ടുപോകുക. പുതിയൊരു ജീവിതം തുടങ്ങാൻ പുതിയൊരു ജോലി ശ്രുതി ആഗ്രഹിച്ചിരുന്നു. അത് 24 ഉറപ്പു നൽകി. ജോലി മാറാൻ പോവാന്ന് പറഞ്ഞു. ജോലി മാറാൻ പോകും. കോഴിക്കോട് മിംസിലെ ജോലി നല്ലതല്ലേ? അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ചെയ്യാം, ഗോകുലം ഗ്രൂപ്പിലൊരു ജോലി വാങ്ങിച്ചു തന്നാലോ? ഓക്കെ ആണോ? നിസ്വാർത്ഥമായ സ്നേഹവും കരുതലുമായിരുന്നു ജെൻസൺ. ഇനി കണ്ണീരോർമ്മ. ന്യൂസ് ഡെസ്ക് 24.